കുറേ നാളായിട്ട് ഈ ഒരു പോട്ടിൽ തന്നെ നിൽക്കുകയാണ്. ഇതെൻ്റെ എൻജോയ് പോത്തോസാണ്. ഇതിൻ്റെ ലീഫൊക്കെ കണ്ടില്ലേ, കരിഞ്ഞ് ഒരു ഭംഗിയില്ലാണ്ട് നിൽക്കുകയാണ്. ഇഷ്ടം പോലെ ഇങ്ങനെ വള്ളിയായിട്ട് ഇങ്ങനെ ഞാനിതിങ്ങനെ റൗണ്ട് ഷേപ്പിൽ വെച്ചിരുന്നതാണ്. ചട്ടി നിറയെ ഫുള്ള് വേരുകൾ നിറഞ്ഞ് തിങ്ങി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതെന്തായാലും ഈ പോട്ടിൽ നിന്ന് ഇത് നീക്കിയെടുക്കണം. അപ്പോൾ ഞാനിതെന്താണ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോ കണ്ടു നോക്കണേ. പോത്തോസ് വെറൈറ്റിയിൽപ്പെട്ട ഏത് ചെടിയാണെങ്കിലും നല്ല ഷെയ്ഡുള്ളിടത്ത് തന്നെ വളർത്തണം. അപ്പോൾ നല്ല ഷെയ്ഡിൽ വെക്കുമ്പോൾ മാത്രമാണ് നല്ല പച്ചപ്പായിട്ട് വരികയുള്ളൂ, നല്ല ഭംഗിയായിട്ട് വളരുകയുള്ളൂ. അപ്പോൾ എൻ്റെ ഈ ചെടി ഇങ്ങനെ ഉണങ്ങാൻ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരത്തെ വെയിൽ നന്നായിട്ട് കൊള്ളുന്ന ഒരു സ്ഥലത്തായിരുന്നു ഇത് ഹാങ് ചെയ്തിട്ടിരുന്നത്. അതുകൊണ്ടാണ് ഈ ലീഫൊക്കെ ഇങ്ങനെ ഉണങ്ങി നിന്നത്. അപ്പോൾ ഇനി അത് നന്നായിട്ട് സെറ്റാക്കിയിട്ട് തണലത്ത് തന്നെ വെക്കണം. അത് നമുക്ക് തണലത്തോട്ട് മാറ്റി വെക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഇതിൻ്റെ ആ ഒരു വ്യത്യാസം. അപ്പോൾ നല്ല ഷെയ്ഡുള്ളിടത്ത് വളർത്തേണ്ട ഒരു ചെടിയാണ് നമ്മുടെ ഈ പോത്തോസ്. അപ്പോൾ ഇത് ഈ ഒരു ചട്ടിയിൽ നിറച്ച് വേര് തിങ്ങി നിൽക്കുകയാണ്. അപ്പോൾ കണ്ടില്ലേ, ഇത്രയധികം ഉണ്ട്. അതുകൊണ്ട് ഞാനിത് അങ്ങോട്ട് എടുത്ത് മാറ്റുകയാണ്. എന്നിട്ട് നമുക്ക് ചെറിയ ചെറിയ തണ്ടുകൾ മാത്രം വെച്ച് ഇത് നന്നായിട്ടൊന്ന് സെറ്റാക്കി എടുക്കാം. കുറച്ച് നാളും കൂടെ നമുക്ക് ഈ ഒരു പോട്ടിൽ സെറ്റാക്കി എടുക്കാൻ പറ്റും. അതായത് ഉണങ്ങിയ ലീഫൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നല്ലൊരു പോട്ടിംഗ് മിക്സൊക്കെ തയ്യാറാക്കി മണ്ണൊന്ന് കുത്തി ഇളക്കിയതിന് ശേഷം ഈ പോട്ടിംഗ് മിക്സ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഷെയ്ഡിൽ തന്നെ വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ. നല്ല രീതിയിൽ അത് വളർന്ന് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഞാനിതിപ്പോൾ എന്തായാലും നല്ലതായിട്ട് വേര് പിടിച്ചിട്ടുണ്ട്, അതെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നല്ലൊരു പോട്ടിംഗ് മിക്സ് തയ്യാറാക്കാം. നല്ല ഇളക്കമുള്ള മണ്ണ് എടുത്തിട്ടുണ്ട്, നല്ല പൊടിഞ്ഞ മണ്ണ് എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 പോട്ടിലായിട്ടാണ് ഇത് വെക്കുന്നത്. മണ്ണും കുറച്ച് ചകിരിച്ചോറ് എടുത്തിട്ടുണ്ട്. ഇത് ഹോം മെയ്ഡ് ചകിരിച്ചോറാണ് കേട്ടോ. അപ്പോൾ അതെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് നമുക്ക് ഉമി ഉണ്ടെങ്കിൽ ഉമി എടുക്കാം, അല്ലെങ്കിൽ പെർലൈറ്റ് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് നമ്മുടെ തെങ്ങ് കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ തെങ്ങിൻ്റെ ചോറില്ലേ, ഇപ്പോൾ ആ പൊടി, അതാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അതിവിടെ ഉള്ളത് കൊണ്ട് ഞാനത് എടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് പെർലൈറ്റ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഉമി എടുക്കാവുന്നതാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് മണ്ണ് ഇളകി കിട്ടാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ട് വേര് പിടിക്കുന്ന ഒരു ചെടിയാണല്ലോ. ഹോൾസ് ഒന്ന് അടച്ചതിന് ശേഷം നമുക്ക് ഈ പോട്ടി മിക്സ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. 3/4 ഭാഗം 2 ചട്ടിയിലും ഒന്ന് നിറച്ച് കൊടുക്കാം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, തണലുള്ളിടത്ത് മാത്രമേ ഇത് വെക്കാവുള്ളൂ. എന്നാൽ മാത്രമേ എപ്പോഴും നല്ല പച്ചപ്പടല ലീഫ് ഇതേപോലെ കരിഞ്ഞ് ഉണങ്ങി വരും, കാണാനും ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ 3/4 ഭാഗം നിറച്ചതിന് ശേഷം ഇനി നമുക്ക് ഈ ഞാൻ എടുത്തിരിക്കുന്നതിൽ നിന്ന് നമുക്ക് ഇതേപോലെ തണ്ടുകൾ മുറിച്ചെടുക്കാം. അപ്പം നല്ല ലീഫ് ഉള്ള തണ്ട് എടുക്കുക. എന്നിട്ട് കണ്ടോ, ഇതിൻ്റെ ഓരോ നോട്ട്സിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ മുളച്ച് വരും. അപ്പോൾ അവിടെ വെച്ചിട്ട് ഓരോ ലീഫായിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അത് ഒന്നിച്ച് കൂട്ടി വെച്ചതിന് ശേഷം ഇങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത്. കണ്ടോ, താഴേക്ക് വേരുകൾ വന്നിട്ടുണ്ട്. അവിടെ വെച്ചിട്ട് കട്ട് ചെയ്യുക. ഓരോ ലീഫായിട്ട് കട്ട് ചെയ്യുക. അവിടെ നിന്നാണ് വേരുകൾ ഇങ്ങനെ വന്നിരിക്കുന്നത്. 2-3 ലീഫ് ഒന്നിച്ച് കൂട്ടി പിടിച്ച് വേണം നമുക്കിത് ഓരോന്നായിട്ടിങ്ങനെ കുഴിച്ച് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതേപോലെ പോട്ട് നിറച്ചങ്ങോട്ട് വെച്ച് കൊടുക്കണം. ഒരു സൈഡിൽ നിന്ന് ഇതേപോലെ തന്നെ 2-3-4 എണ്ണം ഇങ്ങനെ ഒന്നിച്ച് പിടിച്ചിട്ട് ഇങ്ങനെ റൗണ്ടിൽ ഫുള്ള് ചട്ടി ഇതേപോലെ കുഴിച്ച് വെക്കുക. അപ്പം അങ്ങനെയാണിത് വെച്ച് കൊടുക്കേണ്ടത്. കണ്ടോ, ഇതേപോലെ ആണ് വെക്കേണ്ടത്. അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള ലീഫ് നോക്കി കട്ട് ചെയ്തെടുക്കുക. അപ്പം ഞാൻ ഇതേപോലെ കുറേ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതേപോലെ റൗണ്ടിൽ വെച്ച് കൊടുക്കുക. ഫുള്ള് ഫില്ലായിട്ട് വെച്ച് കൊടുക്കണം. അപ്പോൾ ഒരു ചട്ടിയിൽ ഫില്ലായിട്ടുണ്ട്, കണ്ടില്ലേ? ഇങ്ങനെയാണ് വെച്ച് കൊടുക്കേണ്ടത്. നല്ല ലീഫ് നോക്കി കട്ട് ചെയ്ത് എടുക്കുക.
അപ്പോൾ 2 ചട്ടിയിൽ ഞാൻ ഇതേപോലെ ഫില്ലാക്കിയിട്ടുണ്ട്. ഇനി കുറച്ച് മണ്ണ് മാത്രമായിട്ട് ഒന്ന് ചുറ്റിനും ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കണം. കുറച്ച് മാത്രം മതി. അതിനുശേഷം നന്നായിട്ട് നനച്ചും കൊടുക്കണം. ഇനി നമുക്കിത് ഹാങ് ചെയ്ത് ഇടാം. നന്നായിട്ട് വളർന്ന് കിട്ടും. അപ്പോൾ ഇതിൻ്റെ അപ്ഡേഷനുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതേപോലെ പോത്തോസ് ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കുക. അപ്പോൾ ഷെയ്ഡിൽ തന്നെ ഇത് ഹാങ് ചെയ്തിടാൻ ശ്രദ്ധിക്കണം. അപ്പോൾ നനച്ച് കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ അടിപൊളിയായിട്ട് വളർന്നു വരും. വീഡിയോ യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.